നമസ്കാരം. ഒരു കുട്ടിയുടെ ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യാൻ നേരത്തെ കൺസിഡർ ചെയ്യേണ്ട 3 ഫേസസ് ഏതൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു 10th അല്ലെങ്കിൽ 12th ആ ഒരു എഡ്യൂക്കേഷൻ കാലഘട്ടമായിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ ഏത് ഗ്രൂപ്പൊക്കെയാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷന് എത്ര എമൗണ്ട് റിക്വയർ ആയിട്ട് വരും എന്നുള്ളത് നമുക്ക് ഏകദേശം കണക്കാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷന് പോകുന്ന സമയത്താണ്. അപ്പോൾ ആ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇപ്പോൾ BTech MBA അങ്ങനെയുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷന് പോകുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും അധികം എമൗണ്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്ന നേരത്ത് ഇത് എവിടെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ള നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് വേണ്ടി വരും എന്ന് ഏകദേശം ഒന്ന് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ MBA പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സ് ഇപ്പം തന്നെ ഒരു 6 lakh ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ എത്ര വരും എന്ന് നമ്മളൊന്ന് കണക്കാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ എബ്രോഡാണ് പോകണമെങ്കിൽ അതിലേറെ വേണ്ടി വരും. പിന്നെ മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതൽ എമൗണ്ട് ആവശ്യമായി വരുന്ന സമയത്ത് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ആ കുട്ടിയുടെ കരിയർ എന്ന് പറയുന്നത് ആ ഒരു എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. പക്ഷേ അതിനൊരു സേവിങ്സ് മനോഭാവം ആ കുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ 3 ഫേസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കൂടുതൽ വിവരങ്ങളുമായി വരും വരെയും ടേക്ക് കെയർ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക.